சரக்கு வச்சிருக்க, இறக்கி வச்சிருக்க, ஸ்பர்ஸ் கோழி മുളക് പോട്ട് വറുത്ത് വെച്ചിരിക്ക. ഹൈ ഗൈസ്, ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിൽ ഒരാളായ നിതിൻ ആവശ്യപ്പെട്ട ഗാനമാണ്. സ്പർസിനെ നമ്മൾ തോപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ അടുത്ത് പാടണമെന്ന് പറഞ്ഞ് ഞാൻ വാക്കും കൊടുത്തതാണ്. സോ നിതിൻ പറഞ്ഞ പോലെ തന്നെ പാട്ടോടുകൂടി തന്നെ തുടങ്ങുന്നു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, താങ്ക്സ് എ ലോട്ട്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1 കൊല്ലം പോലും ആയിട്ടില്ല. ഞാൻ ഇതൊന്നും ഇപ്പം പ്രതീക്ഷിച്ചതുമല്ല. നമ്മുടെ ഫാമിലി 1K എത്തിയിരിക്കുകയാണ്. സോ താങ്ക്ഫുൾ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഞാൻ മുമ്പോട്ട് വന്നത്. ആക്ച്വലി ഇത് ഭയങ്കര രീതിയിൽ മോട്ടിവേറ്റിംഗ് ആണ്. നമുക്ക് വീഡിയോസ് ചെയ്യാനും നല്ല പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസ് ആയിക്കോട്ടെ, നമുക്ക് ഒരു പുഷ് കിട്ടും നമുക്ക്. സോ ആദ്യം തന്നെ പറയട്ടെ, വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറയുന്നു താങ്ക്സ് എ ലോട്ട് ഫ്രം മൈ ഹാർട്ട്. അവിടുന്ന് രണ്ടാമതൊരു കളി ജയിച്ചു. പക്ഷേ എനിക്ക് അതിലേറെ വിഷമമുള്ളൊരു കാര്യം നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കളി ഓൾഡ് ട്രാഫോർഡിൽ പോയി കാണണം എന്ന് വിചാരിച്ച ആളാണ്. ഞാൻ ത്രൂ ഔട്ട് കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ചയായിട്ട് ഇതിൻ്റെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു. എനിക്ക് ഫുൾഹാം കാണാൻ പോയായിരുന്നു, പക്ഷേ എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല. ബട്ട് സ്പർസുമായിട്ടുള്ള കളിക്ക് ഞാൻ ടിക്കറ്റ് നോക്കി, ടിക്കറ്റ് കിട്ടും, അതായത് സീറ്റ് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് എത്തും. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇതെവിടെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേയ്മെൻറ്റ് എത്തുന്നു, ആദ്യം ഡെബിറ്റ് കാർഡിൽ കൊടുക്കുന്നു, ഡെബിറ്റ് കാർഡിൽ വർക്കാവുന്നില്ല, എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വാങ്ങിച്ച് കുറേ ട്രൈ ചെയ്തു, 4-5 പേരുടെ എങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട്. മാത്രമല്ല എൻ്റെ വിസ എക്സ്പയർഡ് ആവാൻ പോവാണ്, UK വിസ. സോ ദിസ് വാസ് മൈ ലാസ്റ്റ് ചാൻസ് ഇൻ ദിസ് വിസ ടു ഗോ ആൻഡ് വിസിറ്റ് ദ മാച്ച്. സോ അത് നടന്നില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഓൾസോ കളിയും അതുപോലെ കംഫർട്ടബിൾ ആയിരുന്നു, കാണാനൊക്കെ പറ്റിയ. എനിക്ക് എന്നാണ് UK വിസ എടുക്കാൻ പറ്റുക എന്ന് അറിയില്ല. പക്ഷേ ബൈ ദാറ്റ് ടൈം ഐ തിങ്ക് കസമിയർ വുഡ് ലീവ്. എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലേയേഴ്സിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഐ ഹോപ്പ് ദാറ്റ് ബ്രൂണോ ഡോണ്ട് ലീവ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലെയർ ബ്രൂണോ ആണ്. സോ അങ്ങനെ ഒരു ടോണിൽ തന്നെ ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെച്ചു. കാര്യം ഈ വിഷമമൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെടുത്ത് പറഞ്ഞാലേ ആ ഒരു ഇതിൽ കിട്ടുള്ളൂ. എൻ്റെ ഒരു വിഷമം നിങ്ങൾക്ക് പറഞ്ഞാലേ മനസ്സിലാവും. അതായത് മാൻ യുണൈറ്റഡ് ഫാൻ്റെ വിഷമം മാൻ യുണൈറ്റഡ് ഫാൻസിന് പറഞ്ഞാലേ മനസ്സിലാവും, അല്ലെങ്കിൽ ഫുട്ബോൾ ഫാൻസിന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ചിലർ വിചാരിക്കും ഇവനെന്തിനാ ഒരു കളി കാണാൻ പോകാത്തതിനൊക്കെ വിഷമിക്കുന്നത്. പക്ഷേ ദിസ് വാസ് മൈ ഫസ്റ്റ് മാച്ച്. അതും അതായത് ദിസ് കുഡ് ഹാവ് ബീൻ മൈ ഫസ്റ്റ് മാച്ച്. അപ്പം അത് നടന്നില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ബട്ട് കമ്മിങ് ടു ദ ഗെയിം, കാരിക്, താങ്ക് യു മാൻ. ഒന്നും പറയില്ല. അതായത് ഇഫ് യു ഡു സംതിങ് വൺസ് ഇറ്റ് ക്യാൻ ബി ഫ്ലൂക്ക്, twice it can be again, chances are there to be fluke, but if you are doing it again and again, it's not a fluke. ഇതൊരു ഫ്ലൂക്ക് അല്ല. ഓക്കെ, ഇതൊരു മാനേജർ ബൗൺസും അല്ല. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരിക്കിൻ്റെ വെച്ച് നോക്കി കഴിഞ്ഞാൽ, കാരിക്ക് ഇവിടെ നമ്മുടെ കെയർടേക്കർ മാനേജറായിട്ട് വന്നിട്ട് കിട്ടിയ കളികളെല്ലാം നിങ്ങൾ ആലോചിക്കുക. എല്ലാം ഇപ്പം ആദ്യം വന്നപ്പോൾ തന്നെ ആഴ്സണലുണ്ട്, ചെൽസി ഉണ്ട്, എമറിയുടെ VRL ഉണ്ട്, ഈ 3ആയിരുന്നു. ഇപ്പോൾ വന്നപ്പോഴും ഒരു ടഫ് റൺ ഓഫ് ഫിക്ചേഴ്സിലോട്ടാണ് പുള്ളി വരുന്നത്. ആൻഡ് ഹീസ് നോട്ട്, എന്താ പറയുക, ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും മടിയില്ലാത്ത ഒരാളാണെന്ന് എനിക്ക് ഇതിൽ കൂടെ മനസ്സിലായി. 4 wins in a row ആരും വിചാരിച്ച് കാണത്തില്ല. മേ ബി മൈക്കിൾ കാരിക് മെയ്ഡ് ദം ബിലീവ് ടു. സോ ഹാറ്റ്സ് ഓഫ് ടു മൈക്കിൾ കാരിക്. ഒന്നും പറയില്ല. കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് 10 minutes വി വർ അബ്സല്യൂട്ട്ലി ഫ്ലൈയിങ്. അതിൽ വേറൊരു കാര്യങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങളുണ്ട്. സ്പർസിന് ഒരുപാട് ഇഞ്ചുറി ലിസ്റ്റ് ഉണ്ട്. നമുക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായതിനേക്കാളും, കഴിഞ്ഞ മുന്നത്തെ കൊല്ലമൊക്കെ ഉണ്ടായതിനേക്കാളും ഒരുപാട് ഇഞ്ചുറി ലിസ്റ്റ്. അവരുടെ മെയിൻ 10 പ്ലേയേഴ്സെങ്കിലും ഞാൻ വേണമെങ്കിൽ ഇഞ്ചുറി ലിസ്റ്റ് ഉള്ളത് പറഞ്ഞുതരാം. അതുമാത്രമല്ല, കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കുട്ടി റൊമേറോ പോയിരിക്കുകയാണ്. കുട്ടി റൊമേറോ എന്ന് പറയുന്നത് സ്പർസി കളിക്കുന്നതിൽ അൺഹാപ്പി ആണെന്ന് പറഞ്ഞ ഒരുത്തനാണ് അവൻ. എനിക്കറിയില്ല എന്തിനാണ് അവനെ പിന്നെ ടീമിൽ പിടിച്ചെടുത്തിരിക്കുന്നത്, എനിക്കറിയില്ല. സോ കുട്ടി റൊമേറോ ഒരു റെഡ് കാർഡ് വാങ്ങിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിലാക്കി. പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. കളി 80-ാം മിനിറ്റ് വരെ കൊണ്ടുപോയിട്ടുണ്ട്. 80-ാം മിനിറ്റ് വരെ സ്പർസ് കളിയിലുണ്ട് എന്ന് നമുക്ക് തോന്നലെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ കളിച്ചു, പിന്നെയുള്ള 10 മിനിറ്റ് അവർ കളിച്ചു, പിന്നെയുള്ള 10 മിനിറ്റ് നമ്മൾ കളിച്ചു, പിന്നെ കുട്ടി റൊമേറോ റെഡ് വാങ്ങിച്ചു പോയി. എന്നിട്ട് ഒരു വെൽ ട്രെയിൻഡ് സെറ്റ് പീസിലൂടെ നമ്മൾ മുമ്പിലോട്ട് കയറുന്നു. ഇതൊരു സെറ്റ് പീസ് ഗോളായിട്ടായിരിക്കും പോകുന്നത്. മാത്രമല്ല, സെറ്റ് പീസിൽ നിന്ന് നമ്മൾ ആഴ്സണലിനേക്കാളും കൂടുതൽ ഗോളുകൾ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആഴ്സണൽ ഫാൻസ് എല്ലാവരും കളിയാക്കുന്നൊക്കെ ഉണ്ട്. നമ്മളെ സെറ്റ് പീസ് FC എന്ന് വെച്ച് നിങ്ങളാണല്ലോ കൂടുതൽ ഗോൾ അടിക്കുന്നത്. നമ്മൾ ഗോളുകൾ അടിക്കുന്നത് ഇന്നത്തെ പോലത്തുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റ് പീസൊക്കെ. ഇപ്പം ബ്രൂണോ മൗണ്ടിനൊന്ന് പുഷ് ചെയ്ത് കൊടുത്ത് ബ്രൂണോ മൗണ്ട് അടിച്ചതൊക്കെ സെറ്റ് പീസ് ഗോളാണ്. നമ്മൾ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ ആഴ്സണലിനെ പോലെ ഈ ഗോളിയെ കൂട്ടിലിട്ടൊന്നുമല്ല ഗോൾ അടിക്കുന്നത്. നമുക്ക് മറ്റേ മൊത്തത്തിൽ വളഞ്ഞും പിളഞ്ഞും ആ ചെറിയ ഡി ബോക്സിനകത്ത് കിടന്നിട്ടുള്ള പരിപാടിയൊന്നുമല്ല. നമ്മുടെ സെറ്റ് പീസ് ഗോളുകൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഗോൾ. സോ ഇന്നത്തെ ഗോൾ വാസ് ഫെൻറ്റാബുലസ്. അത് പ്രോപ്പർലി വർക്ക്ഡാണ്. അത് എംബൂമോ ക്ലീനായിട്ട് അത് പ്ലേസ് ചെയ്യുകയും ചെയ്തു. 1-0. ആ 1-0 എന്ന് പറയുന്നത് എവർട്ടൻ്റെ കൂടെ 10 മിനിറ്റിൽ നമ്മൾ തോറ്റതാണ്. ഒരു ഗോൾ പോലും നമ്മൾ സ്കോർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് വിത്ത് 1-0. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അൺഓർത്തഡോക്സ് ആയിട്ട് കളിക്കാൻ തുടങ്ങി. എല്ലാവരും. അത് മാത്രമല്ല, എനിക്കൊന്ന് ലെമൻസ് ഒഴികെ എല്ലാവർക്കും ഗോൾ അടിക്കണം എന്നുള്ള തൊരു ഉണ്ടായിരുന്നു.
ലൂക്ക് ഷോ ഒക്കെ കാലങ്ങൾക്ക് ശേഷം 2-3 ഷോട്ടൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഡാലോയുടെ ഒരു ക്വാളിറ്റി ക്രോസ് ആയിരുന്നു, ഷെഷ്കോ വന്നു, ഷെഷ്കോയ്ക്ക് കൃത്യമായി അത് കണക്ട് ചെയ്യാൻ പറ്റാതെ, അതായത് തലേ തട്ടിയിരുന്ന ചിലപ്പോൾ ബ്രൂണോ ഓഫ് ആയാണ്, പക്ഷേ ബ്രൂണോ യൂസ് ദിസ് ഷിൻ ടു ഗൈഡ് ഇറ്റ് ടു 3 points. നമ്മുടെ ബ്രൂണോ മറ്റേ ഒൺട്രിയുടെ റെക്കോർഡ് ഭേദിക്കാൻ നോക്കില്ല, KDB ഒൺട്രിയുടെ, അതിൽ 21 ഇനിയിപ്പോൾ 9 അസിസ്റ്റ് കണ്ട വേണമെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെയെങ്കിലും ഒരു അസിസ്റ്റൊക്കെ ഞാൻ ആഗ്രഹിച്ചു ഈ കളിയിൽ, കാര്യം 10 പേരും കൂടെ ആയിട്ട് ചുരുങ്ങിയല്ലോ. എന്നിട്ട് അവസാനം ഷെഷ്കോ വന്നിട്ട് ഭയങ്കര ബഹളം, ബോൾ കൊടുക്കുന്നില്ല, മറ്റാണോ മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഈ ഇഞ്ചുറി ടൈം നോക്കിയാൽ മതി, ഏതോ ഒരു ബോൾ അമാദിന് ആദ്യം കൊടുത്തതിൻ്റെ പേരിൽ ചോദിക്കുന്നതൊക്കെ ഉണ്ടാകും, താന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം എടുക്കണം. അവസാനം പറഞ്ഞാൽ കൃത്യമായിട്ട് ഇറക്കി വെച്ച് കൊടുത്തു, ഒരു മനുഷ്യൻ ആ ഭൂഖണ്ഡത്തിൽ പോലും ഇല്ല. എന്നിട്ട് എൻ്റെ ഷെഷ്കോ പാവം ആ ചങ്ങായിക്ക് ഒരു അസിസ്റ്റ് മിസ്, അതൊരു ഈസി അസിസ്റ്റ് ആയിരുന്നു, ഇനി ഒരു 8 കൂടെ മതിയായിരുന്നു. നമുക്ക് ഹോപ്പ് ചെയ്യാം ബ്രൂണോ എന്തായാലും 21 അടിക്കട്ടെ. എല്ലാവരും നന്നായിട്ട് കളിച്ചു, മോശമായിട്ട് കളിച്ചു എന്ന് പറയാൻ വേണ്ടി എനിക്ക് അങ്ങനെ പേരുകളൊന്നുമില്ല. സ്റ്റാർട്ടിങ് ഫ്രം ലെവൻസിന് അധികം ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല നമ്മുടെ ബാക്ക് 4 ഇസ് ബീൻ ക്ലിക്കിംഗ് ബാക്ക് 4 ആണ് ഇപ്പം, അതിലിപ്പോൾ മാറ്റങ്ങളൊന്നും ഇപ്പം കറൻ്റ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ക്യാരിക് ട്രസ്റ്റ് ഇതും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മിഡ് കസമീറോനെ റിപ്ലേസ് ചെയ്യാൻ നല്ല പാടുപെടും നമ്മൾ, വേറൊന്നും കൊണ്ടല്ല. ചിലപ്പോൾ കസമീറോ ഉള്ളതുകൊണ്ടായിരിക്കും മെയിനുവിന് എത്ര കോൺഫിഡൻസ് ഡബിൾ പീറ്റിൽ, ആർക്കറിയാം. ഇപ്പോൾ കസമീറോയ്ക്ക് പകരം ഉയർത്ത വന്നാൽ മെയിനും ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ വാട്ട് കസമീറോ ബ്രിങ്സ് ടു ദാറ്റ് മിഡ്ഫീൽഡ് അത് ഭയങ്കര വലുതാണ്, അത് നമ്മൾ കസമീറോ പോയി കഴിയുമ്പോൾ മനസ്സിലാക്കുള്ളൂ. ആൻഡ് ഐ വാസ് ആക്ച്വലി വെരി വെറീഡ് അബൌട്ട് കുട്ടി റൊമേറോയുടെ ടാക്കിളിന് ശേഷം. ലൈക്ക് ഞാൻ ഭയങ്കര വെറീഡായി, കസമീറോയ്ക്ക് എന്തെങ്കിലും പറ്റിയ ഈശ്വരാന്നുള്ള രീതി. കാര്യം ടോപ്പ് 4 റേസിംഗ് കിടക്കുക, ഇന്നത്തെ കളിയൊക്കെ ജയിക്കുമായിരിക്കും, പിന്നെ കിടക്കില്ലേ, ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ആൻഡ് കസമീറോ വാട്ട് എ പ്ലെയർ. കോബി മേനു ഈസ് ഒള്ളി ലുക്കി. കസമീറോ ഒക്കെ ആക്ച്വലി കഴിഞ്ഞ കളിയിൽ ഞാൻ പറയാൻ പറഞ്ഞു, നോലുക്ക് കൊടുത്തതേ, നോലുക്കിൽ ആരെയും നോക്കാതെ ഇങ്ങനെ നോക്കിയൊരു നോലുക്ക് അസിസ്റ്റ് കൊടുത്തില്ലേ, ആ നോക്കിയത് ജെയ്മി കാരറിനെ. ഇനി ജെയ്മി കാരർ ആ സാധനത്തിൻ്റെ ഭാഗമൊന്നും തുറക്കില്ല, ജെയ്മി കാരർ അവിടെ വല്ല ഉണ്ടോടെ എന്ന് നോക്കിയിട്ടാണ് ആ പാസ് കൊടുത്തത്. സോ കോബി മേനു അതേപടി ജെയ്മി കാരറിന് വേണ്ടി മറുപടി കൊടുക്കുന്ന, കസമീറോ മറുപടി കൊടുക്കുന്ന പോലെ തന്നെ റൂബൻ അമോർബൻ എല്ലാ ആഴ്ചയിലും മറുപടി കൊടുക്കുന്നുണ്ട്. കോബി മേനു ഭയങ്കര ഫിസിക്കലാണ്, സ്ലൈഡിങ് ടാക്കിൾസ് ഒക്കെ ഇടുന്നുണ്ട്, നോട്ട് അഫ്രൈഡ് അറ്റ് ഓൾ. പിന്നെ ഞാൻ താലിസ്മാനിക് ഫിഗറിലേക്ക് വരാം. അതിന് മുന്നേ കുഞ്ഞ ഒരു കിടില ഒരു കേളർ വീണ്ടും ഫിനേസ് അടിക്കാൻ നോക്കി, അത് കയറിയിരുന്നെങ്കിൽ വുഡ് ഐ മീൻ ഗ്രേറ്റ്. എംബൂമോ സ്കോർഡ് എ ഗോൾ, എഗെയിൻ എ ഗോൾ ഫോർ എംബൂമോ, അടിപൊളി. ഓവറോൾ രണ്ടുപേരും കാശിന് വെറുത്താണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ള റൈവൽ ഫാൻസ് പറയുന്നതോ ജേർണലിസ്റ്റ് പറയുന്നതോ ഒന്നും വേണ്ട, അവരുടെയൊക്കെ സൈനിങ്സ് എത്രത്തോളം കിടില്ല എന്നൊന്ന് നോക്കിയാൽ മതി. പിന്നെ അമാഡ് ഡിയാലോ എഗെയിൻ വർക്കിംഗ് ഓഫ് ദ ബോൾ. പിന്നെ ഇത്തവണ ഓഫ് ദ ബോൾ അധികം വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, 10 പേരായിട്ട് ചുരുങ്ങിയതിന് ശേഷം ആക്ച്വലി കളിക്ക് നമ്മൾ ഒരുപാട് ചാൻസ് കിട്ടുന്നു. വിക്കാറിയോ എന്ന് പറഞ്ഞാൽ വിക്കാറിയോടെ ഏറ്റവും ബെസ്റ്റ് ഈ സീസണിലെ പെർഫോമൻസ് ആയിരിക്കും. പിന്നെ കുറേ ഷോട്ടൊക്കെ നേരെ വന്നത്, പുള്ളിക്ക് അധികം പണിയൊന്നും എടുക്കേണ്ടി വന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാവരും കുറേ ഷോട്ടുകൾ അടിച്ചു. ഐ വാസ് സോ ഫ്രസ്ട്രേറ്റഡ്. അതായത് ഇന്ന് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ പഞ്ഞിക്കിട്ട് തീർക്കേണ്ടതാണ് സ്പെർസിനെ. ഒരു 4-5 ഗോളൊക്കെ അടിക്കാൻ പറ്റുന്ന കളിയായിരുന്നു. നമ്മൾ ഒരുപാട് ചാൻസസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വി ആർ കോൺഫിഡൻറ്റ്, നല്ല കാര്യമാണ്. പിന്നെ കമ്മിങ് ടു അവർ ഓൺ ബ്രൂണോ ഫെർണാൻഡസ്, 200 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തി കഴിഞ്ഞു. അത് ഏറ്റവും സ്പീഡിലെത്തുന്ന രണ്ടാമത്തെ പ്ലെയറാണ് ബ്രൂണോ. ആദ്യത്തത് വെയിൻ റൂണിയാണ്. റൊണാൾഡോനേക്കാളും സ്പീഡിലാണ് ബ്രൂണോ അവിടെ എത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം, അവരൊക്കെ കളിച്ച യുണൈറ്റഡ് എൻവയോൺമെൻറ്റും ഇപ്പോൾ ഉള്ള യുണൈറ്റഡ് എൻവയോൺമെൻറ്റും കുറേ പേര് ഭയങ്കര വാചാലനാവുന്നുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് മറ്റേ ഈ സ്വർണ്ണപ്പാലം ഉണ്ടല്ലോ, എല്ലാവരും വാചാലന്മാരുണ്ടാവുന്നുണ്ടായിരുന്നു. ബ്രൂണോ, ലൂക്ക് ഷോ, ഡാലോ സാക്ഡ് 6 മാനേജേഴ്സ് ആൻഡ് ദേ ആർ സ്റ്റിൽ ഇൻ ദിസ് ക്ലബ്. വാട്ട് ഈസ് ഓഡാസിറ്റി? അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നേരെ തിരിച്ചാലോചിക്കും, എത്ര മാനേജേഴ്സ് മാറി വന്നിട്ടും ഒരു മാനേജറിനും പുള്ളിയെ പറ്റി മോശം അഭിപ്രായമില്ല. എല്ലാ മാനേജേഴ്സിൻ്റെ എല്ലാ സിസ്റ്റത്തിലും ഫിലോസഫിയിൽ ഇട്ട് കളിച്ചിട്ടും ഈസ് പുട്ടിങ് നമ്പേഴ്സ്. അയാളെയാണ് 100 മില്യൺ കൊടുക്കാൻ പറഞ്ഞത്. അപ്പം ചിലർ വാദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അമോറിമിൻ്റെ സിസ്റ്റത്തിൽ CM ആയിട്ട് ബ്രൂണോ എന്തായാലും വേണ്ട, അതുകൊണ്ട് കളയാനായിരുന്നു. എന്നാൽ അമോറിമിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതുമില്ല. അപ്പോൾ അമോറിം എന്തെങ്കിലും സാക്ക് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്, എന്നാൽ ബ്രൂണോ പോട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും എഴുതിയിട്ടോ, ബ്രൂണോ ഇസ് ദ ബെസ്റ്റ് നമ്പർ 10 ഇൻ ദിസ് വേൾഡ് റൈറ്റ് നൗ. അങ്ങനെ ഒരു പ്ലെയറിനെ പുറത്താക്കിയിട്ട് നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ട് അടുത്ത ബ്രൂണോനെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത ബ്രൂണോ ആവാൻ സാധ്യതയുള്ള ആളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അടുത്ത ബ്രൂണോയെ വേണമെങ്കിൽ കൊണ്ടുവരണം, പക്ഷെ അങ്ങനെ ഒരാൾ ഇനി വരില്ല വേൾഡ് ഫുട്ബോളിൽ നിന്ന്, ഇത്രയ്ക്ക് ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ. സോ ബ്രൂണോനെ എന്ത് വില കൊടുത്ത് സ്റ്റേ ചെയ്യിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ക്യാപ്റ്റൻ മെറ്റീരിയൽ, ഹീസ് എ ക്യാപ്റ്റൻ. അത് ടീം അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ റോയ്ക്കീനൊക്കെ ഇപ്പോഴും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ഭയങ്കര ഓവർ റൊമാൻറ്റിസൈസ്ഡ് ആണ്. ഹി ഈസ് എ ക്യാപ്റ്റൻ മെറ്റീരിയൽ. നിങ്ങളുടെ മാനേജറും വന്ന എല്ലാ ഒരു മാനേജറും പ്രശ്നം പറഞ്ഞിട്ടില്ല. പിന്നെ വന്ന എല്ലാ പ്ലെയേഴ്സും അയാളെ ഓഫ് ദ പിച്ച് ആണെങ്കിലും ഓൺ ദ പിച്ച് ആണെങ്കിലും ക്യാപ്റ്റൻ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഹി ഈസ് എ ലീഡർ, അതാദ്യം മനസ്സിലാക്കുക. അവർക്കൊന്നും ഇല്ലാത്ത ഛേദം നമുക്കുണ്ടാകേണ്ട ആവശ്യമില്ല. ഹി ഈസ് എ ലീഡർ, ഓക്കെ. അല്ലാതെ മുഖം എപ്പോഴും റഫാക്കി വെച്ചിട്ട് ആറ്റിറ്റ്യൂഡ് നടക്കുന്ന മാത്രമല്ല ക്യാപ്റ്റൻസ്. മോഡേൺ ഫുട്ബോളിൽ അങ്ങനെയൊന്നും അല്ല.
അങ്ങനത്തെ ആവശ്യങ്ങളുമില്ല. റഫറിയുടെ അടുത്ത് കയറിയിട്ട് എന്താ ഇടിച്ച് കയറുന്നതിന് പറ്റില്ല. റഫറീസിനെ ഇനി മുതൽ പ്രൊട്ടക്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഇപ്പോൾ കൈ ഒന്ന് വേവ് ചെയ്താൽ പോലും, അതായത് ഒന്ന് ഡിസെൻറ്റ് കാണിച്ചാൽ പോലും യെല്ലോ കാർഡ് കിട്ടുന്ന കാലമാണ്. റോയ്ക്കിൻ്റെ കാലമൊന്നും അല്ല. സോ അതൊന്ന് ആലോചിച്ച് നോക്കുക. ഹീ ഈസ് എ ക്യാപ്റ്റൻ, ഹീ ഈസ് ദ ബെസ്റ്റ് പ്ലെയർ ഫോർ അസ്. അയാളെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുക. ലൂക്കാ മോഡ്രിച്ച് 38 വയസ്സ് വരെ റയൽ മാഡ്രിഡിൽ സുഖമായിട്ട് ഫുൾ ടൈം കളിക്കുമായിരുന്നു. 31 വയസ്സേ ഉള്ളൂ. ഈ 31 എന്ന് പറയുന്നത് വലിയ പ്രായമൊന്നുമില്ല. സോ ഞാൻ ഇത് വീണ്ടും വീണ്ടും പറഞ്ഞു വെച്ചാൽ ഐ എം സ്റ്റിൽ നോട്ട് ഓവർ ദ ഫാക്ട് ദാറ്റ് ഇവരെല്ലാം പൈസയ്ക്ക് വേണ്ടി ബ്രൂണോനെ കളയുന്നു എന്നുള്ളതിൻ്റെ ഫാക്റ്റിൽ അതിൻ്റെ പുറത്ത് വരാൻ പറ്റിയില്ല. സോ വെരി ഹാപ്പി ഫോർ ദ പെർഫോമൻസ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. 4 in a row, അടുത്ത 5 ആക്കണം. നോട്ട് ഫോർ ദാറ്റ് ഗായ് ടു ഗെറ്റ് ഹെയർ കട്ട്. അവൻ പ്രാർത്ഥിക്കുന്ന ശരിക്കും ജയിക്കരുതെന്നായിരിക്കും. കാര്യം അവന് അത് വെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഇമ്പോർട്ടൻസ് പോകും, അല്ലെങ്കിൽ അവൻ്റെ സിഗ്നിഫിക്കൻസ് പോകും. സോ അതുകൊണ്ടല്ല, നമുക്ക് ആ മൊമെൻറ്റം കീപ്പ് ചെയ്യണം. ടോപ്പ് 4 അടിക്കണം. ഉറപ്പായിട്ട് നമ്മൾ ടോപ്പ് 4 അടിച്ചേ പറ്റുള്ളൂ. നമ്മൾ അടുത്ത കൊല്ലം ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോവുക. ഇങ്ങനെ കളിച്ചാൽ. താങ്ക്സ് കാരിക്, താങ്ക്സ് എ ലോട്ട്. ഫുൾ സപ്പോർട്ട് ടു കാരിക്. ഇനി കാരിക്കിന് മെയിൻ റോൾ കിട്ടുമെന്ന് പേടിച്ച് ആരും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. ലെറ്റ് ഹിം. അതൊക്കെ പിന്നീടുള്ള കോൺവെർസേഷനാണ്. ലെറ്റ് ഹിം. ഇപ്പോൾ ഒലയ്ക്ക് നടന്നില്ല എന്ന് പറഞ്ഞാൽ കാരിക്കിന് നടക്കാതിരിക്കൊന്നുമില്ല. അങ്ങനത്തെ ഒലയായിട്ടുള്ള കമ്പാരിസൺ അല്ല. കാരിക് ഈസ് കാരിക്, വേറെ ആൾ. ഒല ഈസ് ഒലെ, വേറെ ആൾ. ആ യൂറോപ്പ ലീഗ് ഫൈനൽ ജയിച്ചിരുന്നെങ്കിൽ, അതായത് ഡിഹെ അത് സ്കോർ ചെയ്തിരുന്നെങ്കിലൊക്കെ വേറെ പെർസ്പെക്റ്റീവാണ്. സോ ലെറ്റ് ഇറ്റ് ബി. അതൊക്കെ പിന്നീടുള്ള കോൺവെർസേഷനാണ്. നമ്മൾ ജയിച്ചു. 3 points. ഗ്ലോറി മാൻ യുണൈറ്റഡ്. നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് സെക്ഷനിൽ എഴുത്. പിന്നെ ഗുഡ് തിങ് ഈസ് ദാറ്റ് ടൈലർ ഫ്ലെച്ചറിന് ഒരു ഡെബ്യൂ ഇട്ടിരിക്കുകയാണ്. ജാക്ക് ഫ്ലെച്ചർ ആയിരുന്നു മറ്റത് അച്ചു, ഇത് അഭു. അപ്പം അഭുവിന് ഇന്ന് ഒരു ഇത് കിട്ടി, ഡെബ്യൂ കിട്ടി. സോ വെരി ഹാപ്പി ഫോർ ടൈലർ ഫ്ലെച്ചർ. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ തോട്ട്സ് കമൻസ് ആയിട്ട് ഇടുമല്ലോ. അതുവരെ ബൈ ആൻഡ് താങ്ക് യു ഫോർ 1000. ലെറ്റ്സ് ഗ്രോ ബിഗർ. അത്രേ ഉള്ളൂ. നമ്മൾ ഇനിയും ഫുട്ബോൾ വീഡിയോസ് കുറച്ചുകൂടെ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. സമയം കിട്ടുന്നില്ല. യുണൈറ്റഡ് വീഡിയോസ് മാത്രമല്ല, ഫുട്ബോൾ വീഡിയോസ് ചെയ്യാൻ നോക്കും. സോ താങ്ക് യു. സപ്പോർട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കൺസിഡർ സബ്സ്ക്രൈബ് ചെയ്യും. സീ യു.